രണ്ടാമതും സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ലോകം മുഴുവൻ വാഴ്ത്തിയ ആരോഗ്യമന്ത്രി പെട്ടെന്ന് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവായി. എന്തായിരുന്നു കാരണം? പാർട്ടിക്ക് തന്നെ ആ PR വർക്കുകൾ ബാധ്യതയായി മാറിയോ, അതോ അഴിമതി കഥകൾ കൂടുതൽ പുറത്തു വരുമെന്ന് ഭയന്നിട്ടായിരുന്നു? എന്നാൽ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി വാങ്ങിയ കണ്ണടയുടെ വില 28,000 രൂപയായിരുന്നു. അതും വാങ്ങിയത് സ്വന്തം പോക്കറ്റിൽ നിന്നല്ല, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന്. മാത്രമല്ല, ഭർത്താവിന്റെ ചികിത്സയുടെ പേരിൽ ലക്ഷങ്ങളാണ് ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തത്. മാർക്കറ്റിൽ 400 രൂപയ്ക്ക് കിട്ടുന്ന PET കിറ്റൊക്കെ 1,500 രൂപ കൊടുത്താണ് സർക്കാർ വാങ്ങിയത്. എല്ലാവർക്കും നമസ്കാരം. കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു പേരുണ്ട്, KK ശൈലജ ടീച്ചർ. കൊറോണയും നിപ്പയും വന്നപ്പോൾ കേരളത്തെ രക്ഷിച്ച അവതാരം എന്നൊക്കെയാണ് പുറം ലോകം ഇവരെ വാഴ്ത്തപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു PR വർക്കിൻ്റെ കളികൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയും സ്വന്തം ഭർത്താവിൻ്റെ പേരിൽ വരെ നടത്തിയ തിരിമറികളും ഗ്രൗണ്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ക്രെഡിറ്റ് അടിച്ചു മാറ്റിയതിൻ്റെയും ഒക്കെ കഥകൾ ഈ PR വർക്കിൻ്റെ ഇടയിൽ എവിടെയോ മുങ്ങിപ്പോയി. നമ്മളിന്ന് ആ സത്യങ്ങൾ ചികഞ്ഞെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമായിരുന്നു ആ വാർത്താ സമ്മേളനങ്ങൾ? നമുക്ക് തുടക്കം തന്നെ ഒരു കണ്ണടയിൽ നിന്നാകാം. ഒരു സാധാരണക്കാരൻ ഒരു പവറുള്ള ഒരു കണ്ണട വയ്ക്കാൻ എത്ര രൂപയാകും? പരമാവധി 1000-ഓ 2000-ഓ അല്ലേ? എന്നാൽ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി വാങ്ങിയ കണ്ണടയുടെ വില 28,000 രൂപയായിരുന്നു. അതും വാങ്ങിയത് സ്വന്തം പോക്കറ്റിൽ നിന്നല്ല, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന്. ഇവിടുത്തെ പ്രശ്നം വില മാത്രമല്ല, സർക്കാർ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ തുക പാസ്സാക്കിയെടുത്തത്. മാത്രമല്ല, ഭർത്താവിൻ്റെ ചികിത്സയുടെ പേരിൽ ലക്ഷങ്ങളാണ് ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തത്. ഒരു മന്ത്രിക്ക് ചികിത്സാനുകൂല്യം ലഭിക്കാൻ അവകാശമുണ്ട്, സമ്മതിച്ചു. സ്വന്തമായി വരുമാനമുള്ള ഭർത്താവിനെ ആശ്രിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അനധികൃതമായി പണം വാങ്ങി എന്നതാണ് ഇവിടെ നടന്ന ഏറ്റവും വലിയ തിരിമറി. ആ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ അത് ന്യായീകരിക്കാൻ അന്ന് കാണിച്ച കോപ്രായങ്ങളൊക്കെ നമ്മളെവരും കണ്ടതാണ്. പിന്നെ വിദേശ യാത്രകളുടെ പേരിലും ഇതുപോലെ കണക്കിൽപ്പെടാത്ത എത്ര തുകകളാണ് ചെലവായത്. ഇതൊക്കെ അന്വേഷിച്ചാൽ എവിടെ ചെന്നെത്തും? നിപ്പ വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും കേരളം പിടിച്ചു നിന്നത് ഒരാളുടെ കഴിവ് കൊണ്ടല്ല, സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രാപ്പകലെന്ന് നോക്കാതെ പണിയെടുത്ത ഒരു പറ്റം സാധാരണക്കാരുണ്ട് ഇവിടെ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ സമയത്തെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ? പഞ്ചായത്തുകളിലും വാർഡുകളിലും സന്നദ്ധ പ്രവർത്തകരായി അവർ ഓടി നടക്കുകയായിരുന്നു. ഓരോരോ വീടുകളിലും മരുന്നെത്തിക്കാനും ഭക്ഷണം എത്തിക്കാനും രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റാനും ഈ ചെറുപ്പക്കാരുടെ സമയോചിതമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ മരണനിരക്ക് കുറഞ്ഞത്. ആശാ വർക്കർമാരും ജൂനിയർ ഡോക്ടർമാരും നഴ്സുമാരും ശരിക്കും ചോര നീരാക്കി. പക്ഷെ ആ ക്രെഡിറ്റ് മുഴുവൻ എങ്ങോട്ടാണ് പോയത്? കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു PR ഏജൻസിയുടെ തിരക്കഥ പോലെ വൈകുന്നേരങ്ങളിലെ പത്രസമ്മേളനങ്ങളിലൂടെ ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ മുഴുവൻ ക്രെഡിറ്റും തൻ്റെ പേരിൽ ചാർത്തിയെടുക്കുകയായിരുന്നു ആ മന്ത്രി. നാട്ടുകാർ കഷ്ടപ്പെട്ടോ, മന്ത്രിക്ക് അവാർഡ് കിട്ടി, ഇതാണ് സത്യം. വിദേശ മാധ്യമങ്ങളിൽ വരെ PR വർക്കുകൾ നൽകി ആഗോളതലത്തിൽ ഒരു മദർ തെരേസ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. ഒരു വശത്ത് മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ മറുവശത്ത് അത് എങ്ങനെ കാശാക്കാമെന്ന് ചിന്തിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കണം? കോവിഡ് കാലത്തെ മെഡിക്കൽ പർച്ചേസുകൾ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളകളിൽ ഒന്നായിരുന്നു. പെട്ടെന്ന് കോവിഡ് വന്നപ്പോൾ സാധനങ്ങൾക്ക് ക്ഷാമമുണ്ടായിരുന്നു എന്നത് സത്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. പക്ഷേ മാർക്കറ്റിൽ 400 രൂപയ്ക്ക് കിട്ടുന്ന PET കിറ്റൊക്കെ 1,500 രൂപ കൊടുത്താണ് സർക്കാർ വാങ്ങിയത്. അതും ഏതൊരു മുൻ പരിചയവുമില്ലാത്ത തട്ടിക്കൂട്ട് കമ്പനികളിൽ നിന്ന്. മാസ്ക് വാങ്ങിയതിലും ഗ്ലൗസ് വാങ്ങിയതിലും കോടികളുടെ അഴിമതി നടന്നു എന്ന് പിന്നീട് CAG റിപ്പോർട്ടിൽ വരെ പരാമർശിച്ചിട്ടുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അതൊക്കെ പിന്നീട് എങ്ങോട്ടോ പോയി മറഞ്ഞു. അതാണല്ലോ ഇവിടെ സാധാരണക്കാരായ ഒരു പറ്റം ജനങ്ങളുടെ ജീവനേക്കാൾ വലുതായിരുന്നോ ഇവർക്ക് ഈ പറയുന്ന കമ്മീഷനുകൾ? ആ ഒരു കൊറോണ കാലമൊക്കെ കഴിഞ്ഞതോടെ PR വർക്കുകൾ കുമ്മളയായി പയ്യെ പൊട്ടിത്തുടങ്ങി. രണ്ടാമതും സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ലോകം മുഴുവൻ വാഴ്ത്തിയ ആരോഗ്യമന്ത്രി പെട്ടെന്ന് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവായി. എന്തായിരുന്നു കാരണം? പാർട്ടിക്ക് തന്നെ ആ PR വർക്കുകൾ ബാധ്യതയായി മാറിയോ, അതോ അഴിമതി കഥകൾ കൂടുതൽ പുറത്തു വരുമെന്ന് ഭയന്നിട്ടായിരുന്നു? ഇതൊക്കെ ചോദിക്കുമ്പോൾ എപ്പോഴും ലഭിക്കുന്ന ഒരു മറുപടിയുണ്ട്, അതൊക്കെ അന്നത്തെ അടിയന്തര സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ് എന്ന്. പക്ഷേ അങ്ങനെ ഒരു ന്യായീകരണം കൊണ്ട് മാത്രം മൂടിവെക്കാൻ കഴിയുന്നതാണോ ഈ ആരോപണങ്ങളൊക്കെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലക്ഷങ്ങളുടെ തട്ടിപ്പും അർഹതയില്ലാത്തവർക്ക് പണം കൊടുത്തതും സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം കോടികൾ ചിലവാക്കിയതുമൊക്കെ കേവലം സാഹചര്യങ്ങളായിരുന്നോ? അല്ല, അതൊരു കൃത്യമായ അജണ്ടയാണ്. യഥാർത്ഥ ഹീറോകൾ പലപ്പോഴും ക്യാമറയ്ക്ക് പിന്നിലായിരിക്കും. നമ്മുടെ നാട്ടിലെ ആ ചെറുപ്പക്കാരും ആരോഗ്യ പ്രവർത്തകരുമാണ് യഥാർത്ഥത്തിൽ കയ്യടി അർഹിക്കുന്നത്, അല്ലാതെ വൈകുന്നേരങ്ങളിൽ വന്ന കണക്കുകൾ വായിച്ചവരല്ല. KK ശൈലജ ടീച്ചർക്ക് ലഭിച്ച ആഗോള അംഗീകാരങ്ങളും ശരിക്കും അർഹിച്ചതായിരുന്നോ, അതോ വെറും PR വർക്കുകളായിരുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൂടുതൽ രാഷ്ട്രീയ സത്യങ്ങളും നിഗൂഢതകളും തുറന്നു കാട്ടാൻ നമ്മൾ ഇനിയും വരും.